ക്ലാസ് 12-ലെ +2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇലക്ട്രിക് ചാർജ്? അല്ലേ, എന്താണ് ആ ചാർജ്? വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ പ്രോപ്പർട്ടി. അതൊരു പ്രോപ്പർട്ടിയാണ്, അത്രയും മാത്രം വിചാരിച്ചാൽ മതി. കൂടുതൽ അത് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ജസ്റ്റ് എ പ്രോപ്പർട്ടി. ആരുടെ പ്രോപ്പർട്ടി? മെറ്റീരിയൽ പ്രോപ്പർട്ടി. മാസ്സുള്ള ഒരു സാധനത്തിൻ്റെ പ്രോപ്പർട്ടി. മാസ്സുള്ള ഒരു സാധനത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ചാർജ്. ആദ്യം അത് മനസ്സിലാക്കുക. ഇറ്റ്സ് എ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ അത് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ? ഫിസിക്കലി കാണാൻ പറ്റില്ല. അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഏതിൻ്റെ പ്രോപ്പർട്ടി? മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എല്ലാ ഒബ്ജക്റ്റിനും എല്ലാ പ്രോപ്പർട്ടി ഇല്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടോ പറയണേ ഇങ്ങനത്തെ ചില കഥകളൊക്കെ. നമ്മൾ സത്യസന്ധൻ എന്ന് നമ്മൾ പറയുന്നത് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും സത്യസന്ധരാണോ? ആണോ? എല്ലാവരും സത്യസന്ധരാണോ? ഓക്കെ, അപ്പോൾ ഈ സത്യസന്ധത അല്ലെങ്കിൽ ഡെഡിക്കേഷൻ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. സത്യസന്ധത എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഡെഡിക്കേഷൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് സാധനം സത്യസന്ധത. അങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു ഫിസിക്കൽ സാധനം ഇല്ല. ഫിസിക്കൽ സാധനമില്ല. മനസ്സിലാക്കുക ഞാൻ പറയണത്. മാസ്സായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഒരാൾ സത്യസന്ധനാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഫിസിക്കലി കാണിക്കാനും പറ്റില്ല. എന്ന് പറയുന്ന പോലെ ഒരു ഒബ്ജക്റ്റിന് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ആ എഫക്റ്റ് ഫീൽ ചെയ്യില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ക്ലിയർ? അതുകൊണ്ട് ചാർജ് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഫിസിക്കലി കാണിച്ചു തരാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ആ ചാർജ് അവിടെ ഉണ്ടെങ്കിൽ, ആ പ്രോപ്പർട്ടി അവിടെ ഉണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യും. വി ക്യാൻ സെൻസ് ഇറ്റ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ വേറെ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ നമുക്ക് വരും. കൈകൊണ്ട് തൊട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുക, ചൂട്, അതൊന്നും അല്ല നമ്മൾ പറയണത്. നമുക്ക് അറിയാൻ പറ്റുമത്. ക്ലിയർ? അപ്പോൾ എന്താണ് ചാർജ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. രണ്ടാമത് നമുക്ക് ഇനിയും ഡെപ്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നും കൂടി നമ്മുടെ ടോപ്പിക്കിലേക്ക് നോക്കുമ്പോൾ, സത്യസന്ധത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോപ്പർട്ടി അവിടെ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യൻ അവിടെ ഇല്ലെങ്കിലോ? ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഒരു റൂമിൽ ഒരു മനുഷ്യനില്ല. ആ റൂമിനകത്ത് സത്യസന്ധതയ്ക്ക് തന്നെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാവണം. ആ മനുഷ്യനിൽ ആ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു റൂമിൽ 5 മനുഷ്യരുണ്ട്. മനസ്സിലാക്കുക, ഒരു റൂമിൽ 5 ആളുകളുണ്ട്. ഈ 5 ആളുകളിൽ മാത്രം, മനസ്സിലാക്കുക, വേറെ ഒരു സാധനത്തിലും ഇല്ല. അവിടെ ഇരിക്കുന്ന ബുക്കിന് സത്യസന്ധത ഉണ്ടാവില്ല. അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതിന് ആ ബുക്കിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വേർഡല്ല സത്യസന്ധത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 5 ആളുകളുള്ളതിൽ ചിലപ്പോൾ 3 പേർക്കായിരിക്കും ആ പ്രോപ്പർട്ടി ഉള്ളത്, 2 പേർക്ക് ആ പ്രോപ്പർട്ടി ഇല്ല. ക്ലിയർ ആയി പറഞ്ഞേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താന്ന്. ടോട്ടൽ എത്ര പേരുണ്ട് നമ്മുടെ റൂമിൽ? നമ്മുടെ റൂമിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 5 പേര്. ഈ 5 പേരിൽ ഈ പ്രോപ്പർട്ടി ഉള്ള 3 പേരുമുണ്ട്, ഈ പ്രോപ്പർട്ടി ഇല്ലാത്ത 2 പേരുമുണ്ട്. എന്ന് പറയണ പോലെ ഒബ്ജക്റ്റുകളെ, ഈ 5 എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുകയാണ്, മൊത്തം നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റുകൾ, മെറ്റീരിയൽസ്, അത് ചെറുത് മുതൽ വലുത് വരെ എന്ത് സാധനം. അപ്പം മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, മനുഷ്യൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ആ മെറ്റീരിയൽസിനെ തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു.
ക്ലിയർ ആയോ? അപ്പൊ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായേ പറ്റൂ എന്ന് ആദ്യം ഉറപ്പിക്കുക. മെറ്റീരിയൽ ഇല്ലെങ്കിൽ ഈ പണിയൊന്നും നടക്കില്ല. മാസ്സുള്ള ഒരു സാധനം ഉണ്ടായിരിക്കണം. ആ മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ക്ലാസിഫൈഡ് ഇൻടു ടു. ഒന്ന് ചാർജ്ഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പൊ മറ്റെന്തായിരിക്കും? അൺചാർജ്ഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അൺചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പൊ മെറ്റീരിയൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ചാർജ്. മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. വൺ ഈസ് ചാർജ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആൻഡ് ദ അതർ ഈസ് അൺചാർജ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അൺചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് കിടപ്പുണ്ട്. ചാർജ്ഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ചാർജ്ഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽസിനാണോ ആ പ്രോപ്പർട്ടി ഉള്ളത്, ഓക്കെ, ചാർജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളത്, ആ മെറ്റീരിയൽസിനെ നമ്മൾ ചാർജ്ഡ് എന്ന് വിളിക്കും. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ചാർജ്, സത്യസന്ധത ഉണ്ടെങ്കിൽ സത്യസന്ധൻ. ക്ലിയർ എന്ന് പറയണ പോലെ സത്യസന്ധത ഉണ്ടെങ്കിൽ സത്യസന്ധൻ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ചാർജ്ഡ് മെറ്റീരിയൽ ആയി. ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അത് അൺചാർജ്ഡ് മെറ്റീരിയൽസ് ആയി. ക്ലിയർ? ഓക്കെ, ഇത്രയും വരെ ഓക്കെ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അന്നേരം ഹാൻഡ് റൈസ് ചെയ്യുക, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും, അല്ലാതെ നിങ്ങൾ കണ്ണുടച്ച് വെറുതെ ഇരിക്കരുത് കേട്ടോ. 1 by 1 ആയിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. നമുക്കത് വീണ്ടും വീണ്ടും എടുത്തു തരാം, ഒരു കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ വിചാരം എന്താ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഓക്കെ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കത്തില്ല, നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വേറെ പോയിട്ടില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. ആണോ? ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? കേട്ടിട്ട് പോലുമില്ല. ഹലോ, എല്ലാവരും ഉണ്ടോ? യെസ് സാർ. ആര്യയുണ്ട്, ഒരാളുണ്ട്, അടുത്ത 2 പേര്. യെസ് സാർ. റിസ്വാൻ, യെസ്, ഓക്കെ, ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ എന്താണ് ചാർജ് എന്ന് ചോദിച്ചാൽ ഇസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. അതൊരു പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാ? മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, മാസ് ഉള്ള ഒരു സാധനം ഉണ്ടായിരിക്കണം, എന്നാലേ ആ പ്രോപ്പർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. മാസ് ഇല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ അതിന് ആ പ്രോപ്പർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാം. സത്യസന്ധ എന്ന് പറഞ്ഞ സാധനം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കില്ല. ഞാനത് എടുത്തു ചോദിക്കാൻ കാരണം ലൈറ്റിന് ഈ പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ലയോ? കാരണം നമുക്ക് +2 പഠിക്കുന്ന സാധനമാണല്ലോ ലൈറ്റ്. ഈ പ്രോപ്പർട്ടി ഉണ്ടാവുമോ? ലൈറ്റ് എന്ന് പറഞ്ഞതിന് ചാർജ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം ലൈറ്റ് എന്ന് പറഞ്ഞതിന് മാസില്ല. മനസ്സിലായോ? മാസില്ല. സൗണ്ടിന് ഈ പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല. കാരണം സൗണ്ട് എന്ന് പറയുന്നതിന് ഇതില്ല, മാസില്ല. ക്ലിയർ ആവണ്ട പറയണേ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒന്നും, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനൊന്നും ചാർജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. കാരണം അവിടെ മാസ് ഇല്ല, അതൊരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല അല്ലേ, അത് വേവ്സ് ആണ്. അപ്പം അതാദ്യം ക്ലിയർ ആക്കുക. ഓക്കെ, റിസ്വാൻ, ഫോട്ടോൺസ്, ഓക്കെ. സോ അപ്പം മാസ് ഇല്ല, അതാദ്യം ക്ലിയർ ആക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മളതിനെ ചാർജ്ഡ് മെറ്റീരിയൽ എന്ന് വിളിക്കും. ഈ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നമ്മളതിനെ അൺചാർജ്ഡ് എന്ന് വിളിക്കും. ഇനി എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ മെറ്റീരിയൽസിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിക്കിൾസിനാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്? നമ്മൾ അവരെക്കുറിച്ച് പഠിച്ചാൽ പോരെ ഈ ചാപ്റ്ററിൽ. കാരണം നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് പ്രോട്ടോൺ. ഫസ്റ്റ് പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. രണ്ടാമത് ആർക്കാ ഉള്ളത്? ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോണിനും ഈ പ്രോപ്പർട്ടി ഉണ്ട്.
മൂന്നാമത് ആർക്കാ ഉള്ളത്? ഞാൻ ഇവിടെ എഴുതുകയാണേ. മൂന്നാമത് ആർക്കാ ഉള്ളത്? പോസിറ്റീവ് അയോൺ. അപ്പൊ നാലാമത് ആർക്കാ? നെഗറ്റീവ് അയോൺ. മനസ്സിലാക്കുക? നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നണോ? ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആർക്കൊക്കെയാണുള്ളത്? 4 മെറ്റീരിയൽസിനാണുള്ളത്, 4 പാർട്ടിക്കിൾസിനാണുള്ളത്, അല്ലെങ്കിൽ 4 മെറ്റീരിയൽസിനാണുള്ളത്. ആരൊക്കെയാണ് ആ മെറ്റീരിയൽസ്? ഒന്ന് പ്രോട്ടോൺ, ഇലക്ട്രോൺ, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. ഈ 4 പേരേ ഉള്ളൂ. ഇനി അതല്ലാതെ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ പറയാം. ഇപ്പം ന്യൂട്രോൺ ന്യൂട്രലാണ്, അൺചാർജ്ഡ് ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഇല്ല. സോ അപ്പോൾ ന്യൂട്രോൺ ഇവിടെ വരും. ന്യൂട്രോൺ ഒരു ആറ്റം എന്ന് പറഞ്ഞോളൂ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് എ പോസിറ്റീവ് അയൺ? പറയാം വിധ. ന്യൂട്രോൺ അൺചാർജ്ഡ് ആണ്, ന്യൂട്രൽ ആണ്. 2, ആറ്റം. നമ്മൾ ആറ്റം മൊത്തത്തിലെടുത്താൽ ന്യൂട്രൽ ആണ്. അല്ലേ? ഇതുവരെ ക്ലിയർ ആണ്? ഫിദ ചോദിച്ചതിന് ആൻസർ പറയാം ഞാനിപ്പോൾ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ ബാക്കി രണ്ടുപേർക്കും? ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ എന്ന് പറയാം. കൂടാതെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാനിതിപ്പം മാറ്റാൻ പോവാണ്, അതുകൊണ്ടാണ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. ആര്യ ഓക്കെ, റിസ്വാൻ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് എ പോസിറ്റീവ് അയോൺ? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ് സാധനം. നോക്കാം. വാട്ട് യു മീൻ ബൈ ആൻ അയോൺ? എന്താണ് അയോൺ? എന്താ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ? നമ്മൾ ബേസിക്കലി ആറ്റം എന്ന് വെച്ചാൽ എന്താണ്? ഒരാറ്റം. നമ്മളൊരു ആറ്റം എന്ന് പറയുന്നത് നോക്കാം, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എവിടെയാണോ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയി വരുന്നത്, അതൊരു ആറ്റമാണ്. ഓക്കെ, സോ മനസ്സിലാക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് electrons. So NP, number of protons, is equal to Ne. ഇതിനെ നമ്മളൊരു ആറ്റം എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ആറ്റത്തിൻ്റെ ഒക്കെ ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഒരാറ്റം ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ളത്? കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? നമ്മൾ പഠിച്ചു വെച്ചേക്കണം. അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു ഓർബിറ്റുകളിൽ, അല്ലേ? ഇത് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിൽ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഇലക്ട്രോൺ, ചുമ്മാ ഞാൻ ഒരു റഫ് ഫിഗറാണ്, ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ചുമ്മാ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് കേസ്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കും. ചുമ്മാ ഒരു എക്സാമ്പിൾ. ഈ ഫിഗർ അല്ല ഞാൻ പറയുന്നത്, ചുമ്മാ ഒരു എക്സാമ്പിൾ. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതും 10 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഏതോ ഒരു മെറ്റീരിയൽ എടുത്തു, അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 10ഉം നമ്പർ ഓഫ് ഇലക്ട്രോൺസും 10 ആണ്. അപ്പോൾ രണ്ട് സെയിം അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ആറ്റം എന്ന് വിളിക്കാം. ആറ്റം. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ വന്നാൽ, രണ്ട് സെയിം ആയി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റം. ഓക്കെ, ക്ലിയർ? ഫിദ എന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഫിദയ്ക്കായിരുന്നു അതിൽ ഡൗട്ട് വന്നിരുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞ അത്രയും ക്ലിയർ ആണോ? ഫിദ ബുദ്ധി
ബുദ്ധിപൂർവ്വം. യെസ്, ക്ലിയർ ആണ്. ഓക്കെ. സോ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആണെങ്കിൽ അതിനെ ആറ്റം എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഫിഗർ വരച്ചേക്കണ അനുസരിച്ച് ഞാൻ 3 ഇലക്ട്രോൺസ് ആണ് വരച്ചേക്കണത്. അപ്പോൾ ആ ന്യൂക്ലിയസിനകത്ത് 3 പ്രോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 3 പ്രോട്ടോൺസും 3 ഇലക്ട്രോൺസും അതും ആറ്റമാണ്. അപ്പോൾ സെയിം വന്നാൽ അത് ആറ്റമാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് 10 ഇലക്ട്രോണും 10 പ്രോട്ടോൺ എന്നാണ് ഞാൻ പറഞ്ഞേക്കണത് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ഇലക്ട്രോണും 10 പ്രോട്ടോണാണ്. ആ ഔട്ടറിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഞാൻ എടുത്തങ്ങ് മാറ്റി കളഞ്ഞു, ഒരു ഇലക്ട്രോണിനെ എടുത്ത് മാറ്റി. സെക്കൻഡ് കേസിലേക്ക് ആലോചിക്കുക. ഈ സാധനം തന്നെ ഇനി ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണേ. 1 എന്ന് പറയുന്ന സാധനത്തെ ഒരു ചേഞ്ച് വരുത്താൻ പോവാണ്. ആലോചിച്ച് നോക്കണേ, ഞാൻ ഇവിടുന്ന് എന്താ ചെയ്യാൻ പോണത്? ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? ഇത് എന്ന് പറഞ്ഞേ, ടോട്ടല് ഇനിഷ്യലി 10 ഇലക്ട്രോൺസ് ആയിരുന്നു. അതിലെ ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? ഫിദ, ബാലൻസ് എത്ര ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്? ബാലൻസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നയൻ ഇലക്ട്രോൺസ്. അപ്പോൾ Ne എന്ന് പറയുന്നത് 9 ആണ്. അവിടെ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? പ്രോട്ടോണിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രോട്ടോൺ പഴയ പോലെ തന്നെ 10 ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം അല്ല, ഡിഫറൻ്റ് ആയി വന്നു. യെസ്, 10. ഓക്കെ, ഡിഫറൻ്റ് ആയി വന്നു. ദാറ്റ് മീൻസ് അവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണ്. നമ്മൾ ഇനി ടൈപ്സ് ഓഫ് ചാർജ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ടൈപ്സ് ഓഫ് ചാർജ് പറയുമ്പോൾ നമുക്കറിയാം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലാണ്, അപ്പോൾ പോസിറ്റീവ് കൂടുതലാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണ്. സോ കമ്പാരിറ്റീവ്ലി നെഗറ്റീവ് ചാർജ് കുറവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കും, മനസ്സിലാക്കുക, ഇവിടെ അൺഈക്വൽ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് ഈക്വൽ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് ആറ്റമും, നമ്പർ ഓഫ് പ്രോട്ടോൺ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ അൺഈക്വൽ ആയിട്ട് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അയോൺ. അപ്പോൾ ഈ സാധനത്തെ നമ്മൾ ഇനി വിളിക്കുന്ന പേരാണ് അയോൺ. അൺഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ അയോൺ എന്ന് പറഞ്ഞാൽ അവിടെ NP നോട്ട് ഈക്വൽ ടു Ne ആയിരിക്കണം. ഇനി അത് പോസിറ്റീവ് അയോൺ ആണോ നെഗറ്റീവ് അയോൺ ആണോ? പോസിറ്റീവ് അയോൺ ആണോ നെഗറ്റീവ് അയോൺ ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? മനസ്സിലാക്കുക, പോസിറ്റീവ് ചാർജ് ആണോ കൂടുതൽ നോക്കിയാൽ മതി. പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് അയോൺ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, പ്രോട്ടോണിന്റെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് അയോൺ ആണ്. ഇലക്ട്രോണിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ എന്താവും? അത് നെഗറ്റീവ് അയോൺ ആണ്. ക്ലിയർ ആയോ? ഈ കേസിൽ ഇപ്പോ NP ഗ്രേറ്റർ ദാൻ Ne ആണ്. മനസ്സിലാക്കുക, NP ഗ്രേറ്റർ ദാൻ Ne ആണ്. ക്ലിയർ ആയോ നോക്കുക? ഫിദ ക്ലിയർ ആയോ നോക്കുക? നമ്മൾ പറഞ്ഞ ഈ കേസിൽ NP ഗ്രേറ്റർ ദാൻ Ne ആണ്, അതുകൊണ്ട് അതിനെ പോസിറ്റീവ് അയോൺ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഫിദ ഒന്ന് പറയാമോ? നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇതുപോലത്തെ ഒരു റിലേഷൻ വരേണ്ടത് ആരായിരിക്കണം കൂടുതൽ? നെഗറ്റീവ് അയോൺ. അതുകൂടി ഞാൻ പറയാം, പക്ഷെ എന്തായാലും ഫിദയ്ക്ക് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി, മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും റിലേഷൻ? മോർ ഇലക്ട്രോൺസ് എന്നല്ലേ ഉദ്ദേശിച്ചേ? യെസ്. ഓക്കെ, സോ അതും ഇവിടുന്ന് തന്നെ ഇനിഷ്യലിൽ നിന്ന് തന്നെ പോവുക. അതും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇതേ ആറ്റം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതേ ആറ്റം തന്നെ നോക്കുക. ഇതേ സെയിം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തപ്പോൾ മനസ്സിലാക്കുക, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ള ആ സാധനമാണ് പോസിറ്റീവ് അയോൺ. ക്ലിയർ? ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ളതാണ് പോസിറ്റീവ് അയോൺ. ഇനി സെക്കൻഡ് കേസ്, അതേ ആറ്റം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതേ ആറ്റം, വേറെ ഒന്നും വേണ്ട.
ഓക്കെ, ഇവിടുന്ന് തന്നെ നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ 10 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോണും 10 ആണ്. അത് ആറ്റമാണ്. ഈ സമയത്ത് നമ്മൾ ഒരു ഇലക്ട്രോൺ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നു. ചുമ്മാ ഒന്ന് എക്സാമ്പിൾ നോക്കുക. ആഡ് ചെയ്യോ ഡോപ്പ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുക. ക്ലിയർ? അപ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോണും കൂടി വന്നു പുറത്തുനിന്ന്. ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? സോ ഇപ്പോൾ ഓൾറെഡി 10 ഇലക്ട്രോൺ ഉണ്ട്. ഈ കേസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ, പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ആലോചിച്ച് നോക്കുക. അടുത്ത കേസിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഓൾറെഡി 10 പ്രോട്ടോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോണും കൂടി പുറത്തുനിന്ന് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്ര എണ്ണാവും? ഓൾറെഡി 10 ഉണ്ട്, പ്ലസ് 1 കൂടി വന്നു. അപ്പോൾ പ്ലസ് 1 വന്നു കഴിയുമ്പോൾ 11 ഇലക്ട്രോൺസ് ആയി. ഓക്കെ, 11 ഇലക്ട്രോൺസ് ആയി. പ്രോട്ടോൺസിന് ഒരു മാറ്റവും ഇല്ല. പ്രോട്ടോൺസ് നമ്മൾ ആദ്യമേ ഒന്നും ചെയ്തില്ല, ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പ്രോട്ടോൺസിന്റെ എണ്ണം 10 തന്നെയാണ്. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു 10, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു 11. അൺഈക്വലായി. അൺഈക്വൽ വന്നു പോയാൽ അത് അയോണായി. അയോൺ ഞാൻ വിളിക്കും. അൺഈക്വൽ വന്നു പോയാൽ അയോണായി. കാരണം NP നോട്ട് ഈക്വൽ ടു Ne. ഇനി ഇതിൽ ആരാണ് ഹൈ എന്ന് നോക്കാം. പ്രോട്ടോണിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് അയോൺ, ഇലക്ട്രോണിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അത് നെഗറ്റീവ് അയോൺ. കാരണം നെഗറ്റീവ് ചാർജ് ആയിരിക്കും അവിടെ കൂടുതൽ. അപ്പം ഇതെന്തായിരിക്കും? നെഗറ്റീവ് അയോൺ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? ഫിദ ക്ലിയർ ആയോ നോക്കിയേ. ഫിദ ചോദിച്ചതിന് ഉത്തരം ക്ലിയർ ആയോ? അയോൺ ബേസിക് ആയിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഫിദ ക്ലിയർ ആയോ? യെസ്, ഓക്കെ. കണ്ടിന്യൂ ചെയ്തോട്ടെ, ബാക്കി രണ്ടുപേര്. ഹലോ, ക്ലിയർ. ഓക്കെ. സോ ബാക്കി രണ്ടുപേര് ആര്യ, റിസ്വാൻ. യെസ്, ആര്യ ഓക്കെ. റിസ്വാൻ? താങ്ക് യു. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്തല്ലോ അല്ലേ? ഈ ഫസ്റ്റ് പേജ് നമ്മൾ നോട്ട് ചെയ്തല്ലോ. സോ നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കുക. നമ്മൾ ഈ ചാർജ്ഡ് എന്ന് പറയുന്ന പോർഷനിലാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ചാർജ്ഡ് എന്ന് പറയുന്ന പോർഷനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ചാർജ്? വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് ചാർജ്? വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. എന്താണ് ചാർജ് എന്ന് വെച്ചാൽ, ചാർജ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. മാസ് ഉള്ള ഒരു സാധനത്തിന്റെ പ്രോപ്പർട്ടിയാണ് ചാർജ്. മാസ് ഉള്ള സാധനത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം മാസ് ഇല്ലാത്ത സാധനത്തിന് ആ പ്രോപ്പർട്ടി ഇല്ല. ക്ലിയർ? ആദ്യം അത് മനസ്സിലാക്കുക. ഇനി ആർക്കൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്? ആ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ ചാർജ്ഡ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അൺചാർജ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് വിളിക്കുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാർജ്ഡ് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് 4 പേരാണ്. ഒന്ന് പ്രോട്ടോൺ, ഒന്ന് ഇലക്ട്രോൺ, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. ക്ലിയർ? ഇങ്ങനെ 4 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അൺചാർജ്ഡ് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ തൽക്കാലം ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നില്ല. നമ്മൾ ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ഇപ്പം ന്യൂട്രോൺ അൺചാർജ്ഡ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ക്ലിയർ? സോ നമ്മൾ ചാർജ്ഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ തന്നെ കൂടുതലും നമുക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ ഒക്കെ ഉള്ളതിലും ഇലക്ട്രോണിൻ്റെ മാസ് കുറവാണ്. ഇലക്ട്രോൺ, ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് റിലീസ് ചെയ്യിക്കാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെ റിലീസ് ചെയ്യണേക്കാളും. സോ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇലക്ട്രോൺ ഒക്കെ എടുത്തായിരിക്കും കൂടുതൽ പറയുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാവുള്ളൂ എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ കൂടുതൽ അതുകൊണ്ടാണ് ചില ടെക്സ്റ്റുകളിൽ നമ്മൾ ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് പോകുന്നത്. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻസ് അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സോ എനിവേ 4 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഒന്ന് പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് അയോൺ ഉണ്ട്, നെഗറ്റീവ് അയോൺ ഉണ്ട്. ഇതുവരെ ക്ലിയർ അല്ലേ?
ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. ഈ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജ് കൂളംബാണ് അല്ലേ? സിമ്പിൾ സി എന്നാണ് എഴുതുന്നത്. കൂളം, സി. കൂളം, കൂളംബാണ് ചാർജിൻ്റെ യൂണിറ്റ്. ക്ലിയർ? അപ്പം നമുക്ക് പല പല സാധനത്തിനോ മാസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോഗ്രാം ആണ്. പല പല യൂണിറ്റുകളുണ്ട് അല്ലേ? സോ പല ക്വാണ്ടിറ്റിക്ക് പല യൂണിറ്റുകളുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലെങ്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ ഉണ്ട്, കറണ്ടിൻ്റെ ആംപിയർ ഉണ്ട്, ടെമ്പറേച്ചർ കെൽവിൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കൂളം. സിമ്പിൾ ചോദിച്ചാൽ സി ആണ്. ഇത്രയും കിട്ടി? ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, കാരണം അവിടുത്തെ ടോപ്പിക് എടുക്കാനുള്ള സമയം ഇല്ല. ഓക്കെ, ഇതിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞു പോവാം. നിങ്ങൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ സാധനം +1 പഠിക്കുന്നുണ്ട് അല്ലേ? +1 ഡയമെൻഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? ഡയമെൻഷൻ എന്ന് പറഞ്ഞ സാധനം അറിയാമോ? ഡയമെൻഷൻ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് ഡയറക്റ്റ് ഡയമെൻഷൻസ് ഉള്ളത്? ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു +1 നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അത് ക്ലിയർ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരിക, അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് ആ ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഡയമെൻഷൻ എന്ന ടോപ്പിക്ക് +1 ഉപേക്ഷിക്കാൻ പറ്റില്ല. +2 വീണ്ടും വീണ്ടും നമ്മൾ പുതിയ സാധനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഡയമെൻഷൻ കാണാൻ ചോദിക്കും. അപ്പോൾ അത് വേണം നമുക്ക്. ഓക്കെ, സോ ഡയമെൻഷൻ അറിയണം. സോ ഏതിനൊക്കെയാണ് ഡയറക്റ്റ് ഡയമെൻഷൻസ് ഉള്ളത്? ഡയറക്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസ ലെങ്ത് ടൈം. ഓക്കെ, ആര്യ പറഞ്ഞു മാസ ലെങ്ത് ടൈം മാത്രമേ ഉള്ളൂ. ആര്യ മാസ ലെങ്ത് ടൈം. ഫിദ പറഞ്ഞു മാസ്. വേറെ എന്തെങ്കിലും? റിസ്വാൻ പോരട്ടെ? റിസ്വാൻ കറണ്ട്. ഫിദ പറഞ്ഞു കറണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും? എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട് ഡയറക്റ്റ് ഡയമെൻഷൻസ്? പെട്ടെന്ന് പറട്ടെ. ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ എത്ര എണ്ണം ഉണ്ട്? 7. യെസ്, ഈ 7 എണ്ണത്തിന് ഡയറക്റ്റ് ആണ് അല്ലേ? ഞാൻ ഓടിച്ച് പറഞ്ഞു. +1 പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അന്നേരം പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ മാസ ലെങ്ത് ടൈം, ടെമ്പറേച്ചർ, പിന്നെ കറണ്ട്, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെ 7 എണ്ണം ഉണ്ട്. ക്ലിയർ? ഈ പറഞ്ഞ 7 എണ്ണത്തിൽ ചാർജ് വരില്ല. ചാർജ് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് ആ 7 എണ്ണം അല്ലാത്തൊരു സാധനം വന്നാൽ എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കണത്? അതിൻ്റെ ഒരു ഇക്വേഷൻ വേണം. ഇപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സ്പീഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചത് സ്പീഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ L/T. ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ L(t⁻⁻1) വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെ ചാർജിൻ്റെ ഡയമെൻഷൻ ചോദിച്ചാൽ അവിടെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയണം. ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വരുന്നുണ്ട്, വേറെ 3rd ചാപ്റ്ററിൽ വരുന്നുണ്ട്. കറണ്ടിനൊരു ഇക്വേഷൻ നമുക്കറിയാം. സോ കറണ്ട് I ഈക്വൽ ടു, ഇതൊരു സബ്ബായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. കറണ്ട് I ഈക്വൽ ടു Q/T, ചാർജ് ബൈ ടൈം. അപ്പോൾ Q ഈക്വൽ ടു, ഓക്കെ, ക്യാപിറ്റലോ സ്മോൾ ക്യൂ യൂസ് ചെയ്യുക. സോ Q ഈക്വൽ ടു I ഇൻറ്റു T. സോ ചാർജിൻ്റെ ഇക്വേഷൻ I ഇൻറ്റു T ആണ്. അപ്പോൾ ചാർജിൻ്റെ ഡയമെൻഷൻ അതിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് ചാർജ് ചോദിച്ചാൽ എന്താണ് ഡയമെൻഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്? I കറണ്ടാണ്. കറണ്ടിൻ്റെ ഡയമെൻഷൻ നമുക്ക് I എന്നിടാം അല്ലെങ്കിൽ A എന്നിടാം. 2 ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. A. T ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T. So AT is the dimension of charge. Dimension of charge. So 2 കാര്യം നമ്മൾ പറയുന്നുള്ളൂ. ഒന്ന്, ചാർജിൻ്റെ യൂണിറ്റ് കൂളംബാണ്. ചാർജിൻ്റെ ഡയമെൻഷൻ
AT ആണ്. AT എന്ന് കാണുന്നുണ്ട്, ചില ടെക്സ്റ്റുകളിലൊക്കെ IT എന്ന് തന്നെ ഇടാറുണ്ട് കേട്ടോ. കാരണം കറണ്ടിന് എയും ഐയും യൂസ് ചെയ്ത് കാണാറുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്, നിങ്ങൾ പ്ലസ് 1 പഠിച്ചതാണ്, ടെമ്പറേച്ചറിന് കെൽവിൻ്റെ ക്യാപിറ്റൽ K യൂസ് ചെയ്യാറുണ്ട്, തീറ്റ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ നോർമലി അത് തന്നെ കാണുന്നുള്ളൂ. മാസിൻ്റെ നിങ്ങൾക്ക് അറിയാം, മാസിൻ്റെ M ആണ്, ലെങ്തിൻ്റെ L ആണ്, ടൈമിൻ്റെ T ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ ആണ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി CD, ഓക്കെ, കാൻഡിലയുടെ CD ഒക്കെയാണ്. ഓക്കെ, പക്ഷേ ടെമ്പറേച്ചറിന് കെയും തീറ്റയും കാണാറുണ്ട്. അതുപോലെ തന്നെ കറണ്ടിന് എയും ഐയും കാണാറുണ്ട്, യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പല ബുക്കുകളിൽ. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ തുടങ്ങി ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ചാർജ് എന്ന്. അടുത്ത നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയാണ് എല്ലാവരും ഒന്ന് പറയണം. യെസ് ഫിദ, ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ശരി. ആര്യ, റിസ്വാൻ, ഓക്കെ, ആര്യ ക്ലിയർ. ഓക്കെ, റിസ്വാനും കൂടി എന്ന് പറഞ്ഞാൽ ഓക്കെ, ക്ലിയർ. ഓക്കെ, ക്ലാസ് ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും പറയാം കേട്ടോ, നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.